ആദ്യമായിട്ടാട്ടോ ബഹ്റൈനിന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കഴിക്കും. ഇതിന്റെ പേരാണ് കലക്കി. ഗൈസ് അപ്പൊ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ ഭയങ്കര വിശപ്പെട്ടു. അപ്പൊ പുറത്ത് പോയി ഫുഡ് കഴിക്കാനായിട്ട് പ്ലാൻ ഇട്ടു. അപ്പൊ അങ്ങനെ പോവാനായിട്ടായിരുന്നു നിൽക്കണേ കേട്ടോ. അപ്പൊ വേറെ എവിടേക്കല്ല പോണ, ഒരു ചെറിയ കടയാണ് കേട്ടോ. ഒരു ചെറിയ തമിഴ്നാടൻ കട, ഒരു തമിഴ്നാട് ഫുഡൊക്കെ കിട്ടുന്ന ഒരു ചിന്ന കട. ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മനാമയുടെ സൽമാനിയുടെ ഇടയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, നേരെ പോയി. പിന്നെ 4 പേരും 4 തരം ഫുഡിന് ഓർഡർ കൊടുത്തു. ഈ കൊണ്ടുവച്ചേക്കുന്ന സാലിന് പിന്നെ നല്ല വെജിറ്റബിൾ കുറുമാട്ട, തമിഴ്നാട് സ്റ്റൈൽ വെജിറ്റബിൾ കുറുമ. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും കോരി വെച്ചത്. അങ്ങനെ പിന്നെ ആദ്യത്തെ ഫുഡ് വന്നിട്ടോ, നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈയും. പിന്നെ അതിന്റെ പിന്നാലെ തന്നെ നല്ല ചൂട് ദോശയാട്ടോ വന്നത്. പിന്നെ വന്നത് നല്ല ചിക്കൻ ഫ്രൈഡ് റൈസും അതിന്റെ കൂടെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ടായി. ചില്ലി ചിക്കൻ കാണുമ്പോ തന്നെ വായിൽ വെള്ളം വരും. നല്ല അടിപൊളി സാധനം, നല്ല എന്തോ നല്ല മസാലയൊക്കെ ആയിട്ട് നല്ല സ്പൈസി സാധനം ഉണ്ടാവും. പിന്നെ വന്നത് കൊത്തു പൊറോട്ടയാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഫ്രൈഡ് റൈസിക്ക് കുറച്ച് സാലഡ് എടുത്ത് വയ്ക്കുക, പിന്നെ സൈഡിൽ കുറച്ച് ടൊമാറ്റോ സോസ്, എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് കുഴച്ചങ്ങോട്ട് തിന്നുമ്പോ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായി. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാധനം, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ദോശ വന്നതേ കണ്ടുള്ളൂ കേട്ടോ. അഷ്റഫ് എങ്ങനെ തിന്നേന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഷംസ് പിന്നെ ചൈനക്കാരെ പോലെയൊക്കെ കൈ ഉപയോഗിക്കുന്നില്ല, ഫുള്ള് സ്പൂണുമേ കളി. നിതീഷ് പിന്നെ ഫുൾ കോൺസെൻട്രേഷനില്ല. കൊത്തു പൊറോട്ട അത്ര അടിപൊളിയാന്ന് പറയുന്നേ. നല്ല ഫുഡാട്ടോ, ഒന്നും പറയാനില്ല. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. ഇവര് മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവന്നാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല എന്താ പറയുക, ആസ്വദിച്ച് തിന്നാം. നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ആയിട്ട് ഒരു ഫുഡ് സെർവ് ചെയ്യണം ഇവിടെ. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അത് 4 ഓർഡർ ചെയ്ത്. ഇതിന്റെ പേരാണ് കൽക്കി. ഇത് മുട്ടോണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ. നമ്മുടെ സാധാ ഓംപ്ലേറ്റ് ഒക്കെ പോലെ തന്നെ, പക്ഷേ ഇതിന്റെ ഉള്ളിൽ എന്തോ മസാല ഒക്കെ ഒരു ആയിട്ട്. ആദ്യമായിട്ടാട്ടോ ബഹ്റൈനിന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കഴിക്കും. ഇതിന്റെ പേരാണ് കലക്കി. നമ്മളെപ്പോഴും വലിയ ഷോപ്പുകളിലല്ല പോവാ, ഇടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ഷോപ്പുകളിൽ കയറണം. അപ്പോഴാണ് നമുക്ക് ആ പുതിയ രുചികളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ കാണണ്ട. ഓക്കെ, ബൈ.